ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠഭാഗമായ എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് വന്നിട്ടുള്ള കാര്യങ്ങളെന്നും അതിൻ്റെ എക്സ്പ്ലനേഷനും ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമല്ല ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ ഒരുമിച്ച് തന്നെ ലഭിക്കും. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. Even when faced with serious problems, many people have shown how to stay strong and succeed. എന്താണ്, ഒരുപാട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുമ്പോഴും ചില ആളുകൾ നമ്മളെ മുന്നിൽ കാണിക്കും എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളത്, അല്ലേ? ദിസ് റിമൈൻഡ്സ് us that every challenge can help us grow and teach us that by supporting each other we can create a better world where everyone can do well. അപ്പോൾ എന്താണ്, ഇത് നമ്മളെ റിമൈൻഡ് ചെയ്യുക, നമ്മളെ ഓർമ്മിപ്പിക്കും ഇത്തരത്തിലുള്ള ചലഞ്ചുകളൊക്കെ നമ്മളെ ഒന്നും കൂടെ വളരാൻ വേണ്ടി സഹായിക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്നും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നിലനിൽക്കണം എന്ന് പഠിപ്പിക്കുകയും മാത്രമല്ല നല്ലൊരു ബെറ്റർ വേൾഡ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചലഞ്ചസിലൂടെ അല്ലെങ്കിൽ സീരിയസ് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹിയർ ഈസ് എ ലൈഫ് സ്റ്റോറി ഓഫ് സച്ച് എ പേഴ്സൺ. അപ്പോൾ ഒരു പേഴ്സൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് റീഡ്. എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ചെറിയ കോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമുക്കത് ആദ്യം വായിക്കാം. I want every woman to be independent through dignified jobs. That is how we will build a better society free of untouchability. അപ്പോൾ എന്താണ് എനിക്ക് വേണ്ടത്, ഈ ഒരു രാജ്യത്ത് ഒരു ഡിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊരു ഇതുള്ള ജോലി ഉണ്ടാവില്ല. നമുക്ക് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മുഷിപ്പോ അല്ലെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ അയ്യേ ഇതാണ് ജോലി എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ജോലി ചെയ്ത് എല്ലാ വുമൻസിലും എല്ലാ സ്ത്രീകളെയും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞങ്ങൾ ഈ ഒരു ബെറ്റർ സൊസൈറ്റിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല അൺടച്ചബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടുകൂടായ്മ ഇല്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടുള്ളത് ഉഷാ ചൗമാർ ആണ്. ഈ ഉഷാ ചൗമാറിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രീമതി ഉഷാ ചൗമാർ റിസീവ്സ് പത്മശ്രീ ഫ്രം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹെർ സോഷ്യൽ വർക്ക് ഇൻ 2020. അപ്പോൾ 2020 സോഷ്യൽ വർക്കിന് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ്, അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദിൽ നിന്നും പത്മശ്രീയാണ് ഇവർ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു പാഠഭാഗം എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. ബീക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളക്കുമാടം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, ഒരു ദീപസ്തംഭം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പ്രതീക്ഷയുടെ ഒരു വിളക്കുമാടം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും പാഠഭാഗം വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. In one birth, I have led 2 lives. 42 years old, Usha Chaumar said proudly she had made to the list of Padma Shri awardees of 2020. Her determination to change her society had been given recognition. സോ ഇൻ വൺ ബർത്ത്, ഒരു ജനനത്തിലൂടെ ഐ ഹാവ് ലെഡ് 2 ലീവ്സ്, ഞാൻ 2 ജീവിതമാണ് നയിച്ചിട്ടുള്ളത്. 42 years ഓൾഡ് ഉഷാ ചൗമാർ സെയ്ഡ് പ്രൗഡ്ലി, വളരെ അഭിമാനത്തോടു കൂടിയിട്ട് 42 വയസ്സായിട്ടുള്ള ഉഷാ ചൗമാർ പറയാണ്. ഷി ഹാഡ് മെയ്ഡ് ടു ദ ലിസ്റ്റ് ഓഫ് പത്മശ്രീ അവാർഡീസ് ഓഫ് 2020. അപ്പോൾ 2020 പത്മശ്രീ അവാർഡിനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അവർ. ഹർ ഡിറ്റർമിനേഷൻ ടു ചേഞ്ച് ഹർ സൊസൈറ്റി ഹാഡ് ബീൻ ഗിവൺ റെക്കഗ്നീഷൻ. അവരുടെ ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം, അതിലൂടെ ഒരു സൊസൈറ്റിയെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഉഷാ ചൗമാർ ഈസ് എ ട്രൂ സൂപ്പർ ഹീറോ ഇൻ എവറി സെൻസ് ഓഫ് ദ ടേം. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഉഷാ ചൗമാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹീറോ തന്നെയാണ്. I want to cleanse the society of the concept of untouchability, she says with grit. അപ്പോൾ എന്താണ് ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് അവരെപ്പോഴും പറയും ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഈ ഒരു അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്നുള്ളത് ഇല്ലാതാക്കും എന്നുള്ളത് തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ദ ഫോമർ മാനുവൽ സ്കാവഞ്ചർ ഹാസ് ബിക്കം എ ബീക്കൺ ഓഫ് ഇൻസ്പിറേഷൻ ഫോർ 1000 ഓഫ് വുമൺ ഇൻ ഇന്ത്യ. സ്കാവഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ തോട്ടിപ്പണി എന്നൊക്കെ പറയും, അഥവാ ഈ ബാത്റൂമുകളൊക്കെ പോയിട്ട് കഴുകുക,
വീടുകളിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള ഒരു ജോലിയായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് സ്ത്രീകളാണ് ഇന്ത്യയിലെ ഇൻസ്പിറേഷൻ കൊണ്ട് അവർക്കൊരു എന്താ പറയുക പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്, അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക്. നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ഉമാ ചൗദാസ് മിഷൻ? എന്തായിരുന്നു ഉമാ ചൗദാറിൻ്റെ മിഷൻ എന്ന് പറയുന്നത്? ഉമാ ചൗദാസ് മിഷൻ ഈസ് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവെഞ്ചിങ് ആൻഡ് പ്രൊമോട്ട് പ്രോപ്പർ സാനിറ്റൈസേഷൻ ടു എലിമിനേറ്റ് ദ നീഡ് ഫോർ സച്ച് വർക്ക്. ഷീ ഓൾസോ എയിംസ് ടു എംപവർ വുമൻ ബൈ എൻകറേജിംഗ് ദം ടു പെർസ്യൂ ഡിഗ്നിഫൈഡ് ജോബ്സ്, ഫോസ്റ്ററിംഗ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. അപ്പോൾ എന്തായിരുന്നു ഇവർക്ക് ഈ ഒരു മാനുവൽ സ്കാവെഞ്ചിങ്ങിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള സാനിറ്റൈസേഷൻ കൊണ്ടുവരിക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്നും കൂടെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോലി, അത്യാവശ്യം പറയാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക, അതിലൂടെ ആ സ്ത്രീകളെ എംപവർ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു. മാത്രമല്ല സൊസൈറ്റിയിൽ നിന്ന് ഒരു അൺടച്ചബിലിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് അതിൽ നിന്നും ഒരു ഇൻഡിപെൻഡൻസിനെ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇതൊക്കെയായിരുന്നു അവരുടെ മിഷൻ എന്ന് പറയുന്നത്. Then ഇനി നോക്കാം. I started the work quite early at around 7 years of age. Usha recounts her childhood days. Born in Jiga village of Bharatpur, Rajasthan, Usha and her clan were untouchables. She was introduced to manual scavenging by her mother. അപ്പോൾ എന്താണ് ഈ ഉഷ ചൗമാർ എന്ന് പറയുന്ന ഇവർ 7 വയസ്സാകുമ്പോൾ തന്നെ ഈ ഒരു ജോലിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ജനിച്ചിട്ടുള്ളത് ദീഖ് വില്ലേജ്, ഭാരത്പൂർ, രാജസ്ഥാനിലായിരുന്നു. ഇനി ഇവരെന്തായിരുന്നു? ഉഷ ആൻഡ് ഹെർ ക്ലാൻ വേർ അൺടച്ചബിൾസ്. അപ്പോൾ ഉഷയും ഉഷയുടെ ക്ലാൻ എന്ന് പറഞ്ഞാൽ ഉഷയുടെ ഫാമിലിയും എങ്ങനെയുള്ളതായിരുന്നു? അൺടച്ചബിൾസ് ആയിരുന്നു. കാരണം ഈ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തൊട്ടുകൂടായ്മയുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു പണ്ടുള്ള തൊട്ടുകൂടായ്മ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് തന്നെയായിരുന്നു ഇവർ. ഷീ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മാനുവൽ സ്കാവെഞ്ചിങ് ഫോർ ഹെർ മദർ. അപ്പോൾ അവരുടെ അമ്മയെ തന്നെ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ വുമൺ ഇൻ ഹെർ ഫാമിലി ഹാഡ് എ അൺസർട്ടൺലി എൻഗേജ്ഡ് ഇൻ ദ ഇൻഹ്യൂമൻ പ്രൊഫഷൻ. അപ്പോൾ ആളുകൾ ചെയ്യാത്ത ഈ ഒരു ജോലി തന്നെയായിരുന്നു കാലങ്ങളായിട്ട് അവരുടെ ഫാമിലി ചെയ്തു പോന്നിരുന്നത്. അവരുടെ അമ്മയും അവരുടെ അമ്മൂമ്മയും അങ്ങനെ ചെയ്തു പോന്ന് ഇവരുടെ ഈ ഒരു ഉഷ ചൗമാറിൻ്റെ ആ ഒരു ജനറേഷനിലേക്ക് വരെ അത് എത്തി നിൽക്കുന്ന ഒന്നായിരുന്നു. ദേ കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഇറ്റ്. അവർ ഇതിൽ നിന്നും വേറൊരു ജോലി തേടുക എന്നുള്ളതൊന്നും അവർ ഇതുവരെയും ചിന്തിച്ചിരുന്നില്ല. Some of them might have inspired to break free at some fleeting moments. ചില ആളുകൾ എന്താണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചിട്ട് വേറെ ഇതിലേക്കൊക്കെ തിരിയാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ റൂറൽ ഇന്ത്യൻ സൊസൈറ്റി മെയ്ഡ് ഷുവർ ടു റിമൈൻഡ് ദം ഓഫ് ദെയർ പൊസിഷൻ ഇൻ ദ സോഷ്യൽ ഹൈറാർക്കി. പക്ഷെ എന്താണ് അവിടുത്തെ ആ ഒരു റൂറൽ ഇന്ത്യൻ സൊസൈറ്റി അവരെ അങ്ങനെ തന്നെ, അതാണ് അവരുടെ പൊസിഷൻ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള അർഹതയില്ല എന്നുള്ള രീതിയിൽ അവരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. Then Usha earliest memory of her mother was watching her wake up in the wee hours of the dawn. She would grab her basket, bucket and brooms and set out of the village toilets. അപ്പോൾ എന്താണ് ഉഷയുടെ ഓർമ്മയിൽ ഉഷയുടെ അമ്മ എന്ന് പറയുന്നത് വളരെ നേരത്തെ പ്രഭാതം വിടരുന്നതിന് മുന്നേ തന്നെ അവർ എണീറ്റിട്ട് എന്ത് ചെയ്യും? ബാസ്ക്കറ്റും അതുപോലെ ബക്കറ്റ് അതുപോലെ ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചൂല്, അതും എടുത്തുകൊണ്ട് വില്ലേജുകളിലെ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു ഉഷ കണ്ടിട്ടുണ്ടായിരുന്നത്. Then, but the age of 7, Usha was working with her mother as a manual scavenging. അപ്പോൾ ഒരു 7 വയസ്സായപ്പോൾ തന്നെ ഉഷ എന്ത് ചെയ്തു? ഒരു മാനുവൽ സ്കാവെഞ്ചർ ആയിട്ട് ഈ ഒരു അമ്മയുടെ കൂടെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. That was the age when many children of the village were at school. അപ്പോൾ ആ സമയത്ത് വില്ലേജിലെ തന്നെ ഒരുപാട് കുട്ടികൾ എവിടെയായിരുന്നു? സ്കൂളിലായിരുന്നു. പക്ഷേ ഉഷ എവിടെയായിരുന്നു? ഇത് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഉഷ വാസ് മാരീഡ് ഓഫ് എ ചൈൽഡ് ബ്രൈഡ് when she was only 10 years old. അപ്പോൾ 10 വയസ്സായപ്പോൾ തന്നെ ഉഷയെ അവർ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചൈൽഡ് ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ബാലവധുവായിട്ട് 10 വയസ്സാകുമ്പോൾ തന്നെ അവർ പോവുകയാണ്. ഷീ വാസ് സെൻറ്റ് ടു ഹെർ ഹസ്ബൻഡ്സ് ഹോം വെൻ ഷീ വാസ് ജസ്റ്റ് 14. 14 വയസ്സായപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്തു? ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു.
ഹെർ ഹസ്ബൻഡ് വാസ് എ സാനിറ്റൈസേഷൻ വർക്കർ വിത്ത് ദ ലോക്കൽ മുനിസിപ്പാലിറ്റി. അപ്പോൾ ലോക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു സാനിറ്റൈസേഷൻ വർക്കർ ആയിരുന്നു അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഉഷ കണ്ടിന്യൂ ടു ഡു സ്കാവഞ്ചിങ് കമ്പൈൻഡ് ബൈ ഹെർ മദർ ഇൻ ലോ. അപ്പോൾ അവിടെയും എന്താണ് അവരുടെ അമ്മായിയമ്മയുടെ കൂടെ, മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയുടെ കൂടെ അവർ ഈ ഒരു സ്കാവഞ്ചിങ്ങിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ അമ്മയുടെ കൂടെയായിരുന്നു, അവിടെ എത്തിയപ്പോൾ അത് മദർ ഇൻ ലോയുടെ കൂടെയായി എന്ന് മാത്രം. ദെൻ ഫോർ ക്ലീനിങ് അതർ പീപ്പിൾസ് ഫ്ലിത്ത് ഉഷ ഏൺ എ മീക്രി ഡെയിലി വേജ് ഓഫ് 10 or 20 rupees. അപ്പോൾ ആളുകളുടെ ഈ ഒരു ഇതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും അതൊക്കെ ഈ ഒരു ഫ്ലിത്ത് എന്ന് പറഞ്ഞാൽ മാലിന്യ വിലയ്ക്ക് അഴുക്ക് എന്നൊക്കെ പറയാം. ഇതൊക്കെ അവർ വൃത്തിയാക്കിയാലും അവർക്ക് കിട്ടിയിരുന്നത് മിഗർ, വളരെ തുച്ഛമായിട്ടുള്ള വേജ് ആയിരുന്നു. ഒരു 10 രൂപ 20 രൂപയൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. ദേ മോസ്റ്റ്ലി എയ്റ്റ് ലെഫ്റ്റ് ഓവർ ഫുഡ് ഗിവൻ ടു ദം അറ്റ് ദ ഹൗസസ് വേർ ദേ വർക്ക്ഡ്. ഇനി അവരുടെ ഭക്ഷണം എന്ന് പറയുന്നതോ അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മിച്ചം വന്നിട്ടുള്ള ഭക്ഷണമൊക്കെ ഇവർക്ക് കൊടുക്കുന്ന അത് തന്നെയായിരുന്നു ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. ദേ ഡിഡ് നോട്ട് ഏൺ ഇനഫ് ഈവൻ ടു ബൈ ന്യൂ ക്ലോത്ത്സ്. എന്തിന് അവർക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ പോലും അവരുടെ കയ്യിൽ പൈസ ഒന്നും അവർ ഉണ്ടാക്കിയിരുന്നില്ല. ഈ ഒരു 10 or 20 കിട്ടിയിരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേ വോർ ദ വോൺ ഔട്ട് ക്ലോസ് ദേ കളക്റ്റഡ് അറ്റ് ദ ഹൗസസ്. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്നും അവർക്ക് ഈ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് തന്നെയായിരുന്നു അവരും ധരിച്ചിരുന്നത്. അല്ലാതെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ പുതിയ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, the Sulabh International set at NGO called Disha which gave training in various skills to women like Usha. അപ്പോൾ എന്താണ് അവിടെ ആ സമയത്താണ് ഒരു സുലഭ് ഇൻ്റർനാഷണൽ വന്നത്. അവരുടെ ഒരു NGO എന്നുള്ള ഭാഗമായിട്ട് ദിശ എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകൾക്ക് ഒരുപാട് ട്രെയിനിങ് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഷയെ പോലുള്ളവരൊക്കെ അതിലുണ്ടായിരുന്നു. സൂൺ ദേ വർ എൻഗേജ്ഡ് ഇൻ സച്ച് വർക്ക് ലൈക്ക് സ്റ്റിച്ചിങ് ബാഗ്സ്, മേക്കിംഗ് ലാംപ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ജാം, പിക്കേഴ്സ് ആൻഡ് പാപ്പാഡ്. അപ്പോൾ എന്താണ് ആ സമയത്ത് അവരെന്തൊക്കെ ചെയ്തു? സ്റ്റിച്ചിങ്, ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്തു, ലാമ്പ് ഉണ്ടാക്കുക, ജാം ഉണ്ടാക്കുക, അച്ചാർ ഉണ്ടാക്കുക, അതുപോലെ പപ്പടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിലൊക്കെ ഇവർ എൻഗേജ് ചെയ്തിരുന്നു. ദ NGO took Usha and some other women for a visit to Delhi. അപ്പോൾ NGO എന്ത് ചെയ്തു? ഈ ഉഷയെയും കുറച്ച് സ്ത്രീകളെയും ഡൽഹി വിസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വാട്ട് were some of the challenges Usha Chauma faced in terms of income and daily life? അപ്പോൾ ഉഷ ചൗമാന് ഡെയിലി ലൈഫിൽ കിട്ടിയിരുന്ന ആ ഒരു ഇൻകം കൊണ്ട് അവർക്ക് എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഉഷ ചൗമ ഫേസ് സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ് ഇൻ ടേംസ് ഓഫ് ഇൻകം ആൻഡ് ഡെയിലി ലിവിങ്. കാരണം അവർക്ക് എന്താണ് അവരുടെ നിത്യജീവിതത്തിനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഷി ഏൺ എ മീഗർ വേജ് daily wage of 10 to 20 rupees for cleaning others' fleet and often survived on leftover food. അപ്പോൾ മറ്റുള്ളവരുടെ അഴുക്കും അതുപോലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള 10 or 20 രൂപയായിരുന്നു. മാത്രമല്ല എന്താണ് അവർ കഴിച്ചിരുന്നത് അവിടെ ബാക്കിയാവുന്ന ഭക്ഷണങ്ങളായിരുന്നു. അഡീഷണലി ഷീ ആൻഡ് ഹെർ ഫാമിലി വോൺ ഔട്ട് അതേഴ്സ് ക്ലോസ് ആൻഡ് ഫേസ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി. മാത്രമല്ല അവർക്ക് പുതിയ ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അവർ ഇട്ടിരുന്നത്. മാത്രമല്ല സൊസൈറ്റിയിൽ നിന്നും ഒരു ഡിസ്ക്രിമിനേഷൻ അതുപോലെ ഒരു അൺടച്ചബിലിറ്റി ഒക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇവർ ഡൽഹിയിലേക്ക് പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. Usha recalled the experience with delight. It was the first time I had stepped out of my village. All of us were ecstated to travel like any other citizen, stay in hotels and eat fancy food. അപ്പോൾ ഉഷ അതൊക്കെ ഒന്ന് റീകോൾ ചെയ്യുകയാണ്. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് അവർ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ പറയാണ് ആദ്യമായിട്ടാണ് എൻ്റെ വില്ലേജിൽ നിന്നും ഞാനൊന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രാവൽ എന്ന് പറയുന്നത് എനിക്കും മറ്റുള്ളവർക്കും വളരെയധികം ഒരു എന്താ പറയുക, നമ്മളൊന്നും ആഗ്രഹിക്കാതെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, ഒരു പരമാനന്ദം എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എക്സ്റ്റേറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആനന്ദമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് നിന്നു, അതുപോലെ തന്നെ ഫാൻസി ഫുഡുകൾ കഴിക്കുക, അതൊക്കെ അന്നാണ് സംഭവിച്ചത്.
Upon her return from Delhi, Usha started convincing other women, including her mother-in-law, to give up manual scavenging. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്നും ഡൽഹിയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി തന്നെ ഉഷ കൺവീൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവരുടെ മദർ ഇൻ ലോ അടക്കം കൺവീൻസ് ചെയ്തു. എന്താണ്, ഇനി അവർ തന്നെ അവരുടെ മാനുവൽ സ്കാവെഞ്ചിങ്, അവർ തന്നെ അവരുടെ അഴുക്ക് മാലിന്യങ്ങളൊക്കെ മാറ്റട്ടെ, നമ്മൾ പോയിട്ട് അതൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു സംസാരമൊക്കെ തുടങ്ങുകയാണ്. ബട്ട് she soon found out that if one woman left the job, others would join it. അപ്പോൾ എന്താണ്, പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഓക്കെ ഇത് വേണ്ടാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്നും മാറുമ്പോൾ ആ ഒരു തസ്തികയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോബിലേക്ക് വേറൊരാൾ ജോയിൻ ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്നത്. The root cause of the problem was the lack of proper sanitization in the village. ശരിക്കും അവിടെ എന്താണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാനിറ്റൈസേഷൻ, ഒരു ശുചിത്വമില്ലായ്മ തന്നെയായിരുന്നു ആ ഒരു വില്ലേജിലെ പ്രശ്നം എന്ന് പറയുന്നത്. The primitive toilets in homes needed manual scavenging and no privileged person was willing to do that by themselves. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ശരിക്കും ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രാകൃതപരമായിട്ടുള്ള ടോയ്ലറ്റ്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, ഇത്തരത്തിലുള്ള ജോലികൾ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒന്ന് തന്നെ അല്ല. ബട്ട് വെൻ സുലഭ് ഇൻ്റർനാഷണൽ ബിഗൻ ടു കൺസ്ട്രക്ട് ടോയ്ലറ്റ്സ് ഇൻ ദ വില്ലേജസ് ദാറ്റ് ടു ചേഞ്ച്. അപ്പോൾ അതെന്ത് സംഭവിച്ചു, അവിടെ ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരിങ്ങനെ പുറത്തൊക്കെ പോയി ചെയ്ത് അത് ഇവർ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് സുലഭ് ഇൻ്റർനാഷണൽ ആ ഒരു വില്ലേജിൽ കുറച്ച് ടോയ്ലറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ദാറ്റ് ടു ചേഞ്ച്, അങ്ങനെയാണ് അവിടെ ചേഞ്ച് സംഭവിക്കുന്നത്. ദ നീഡ് ഫോർ മാനുവൽ സ്കാവെഞ്ചിങ് വാസ് ഇലിമിനേറ്റഡ്. അപ്പോൾ അവിടെ എന്താണ്, മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത് നടത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ടോയ്ലറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലേ, അതൊക്കെ ടാങ്കിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ സംഭവിച്ചു. അതോടുകൂടിയിട്ട് ഈ ഒരു ജോബ് അവിടെ ഇലുമിനേറ്റ് ഇല്ലാതാവുകയാണ് സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നുണ്ട്, ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റഡ് ദ പ്രസിഡന്റ് ഓഫ് ദ ട്രെയിനിങ് സെൻറ്റർ. അപ്പോഴേക്കും ഉഷയ്ക്ക് എന്ത് കിട്ടി, അവിടെ ആ ഒരു ട്രെയിനിങ് സെൻറ്ററിലെ പ്രസിഡന്റ് ആയിട്ട് ജോലി കിട്ടുകയാണ് ചെയ്യുന്നത്. ഷീ നൗ ഹാസ് 100 ഓഫ് വുമൺ അണ്ടർ ഹെയർ ഗൈഡൻസ്. അങ്ങനെ അവളുടെ കീഴിൽ 100 കണക്കിന് സ്ത്രീകൾ ജോലിയായിട്ട് ചെയ്യുന്നുണ്ട്. ഉഷ വിസിറ്റഡ് ദ USA ആൻഡ് മെനി കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആസ് പാർട്ട് ഓഫ് ദ സുലഭ് ടീം. അപ്പോൾ ഈ സുലഭ് ടീമിൻ്റെ ഭാഗമായിട്ട് അവളെ യൂറോപ്പിലേക്ക്, ആഫ്രിക്കയിലേക്ക്, USAയിലേക്കൊക്കെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഷീ സ്പോക്ക് അബൌട്ട് ഹെർ എക്സ്പീരിയൻസസ് അറ്റ് ദ ഗ്യാതറിംഗ്. അപ്പോൾ ആ ഒരു ഗ്യാതറിങ്ങിന്, ആ ഒരു ഒത്തുചേരലിൽ അവളുടെ എക്സ്പീരിയൻസ് ഒക്കെ അവൾ ഷെയർ ചെയ്യാറുണ്ട്. ഷീ ഹാസ് ബി റിസീവ്ഡ് സെവറൽ ടൈംസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗസ്റ്റ്. അപ്പോൾ പലതവണ പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ള വിശിഷ്ടാതിഥിയായിട്ട് അവൾക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. ദ പ്രസ്റ്റീജിയസ് പത്മശ്രീ ഈസ് ദ ലേറ്റസ്റ്റ് ആൻഡ് പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് ഓണർ ഷീ ഹാസ് റിസീവ്ഡ്. അപ്പോൾ ഈ അടുത്തായിട്ട് അവൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു പത്മശ്രീ അവാർഡ് എന്ന് പറയുന്നത്. ഉഷാസ് ഇൻസ്പയറിംഗ് ജേർണി ഹാസ് പ്രൊമോട്ടഡ് ഹൺഡ്രഡ്സ് ഓഫ് വുമൺ ടു ഗീവ് അപ്പ് മാനുവൽ സ്കാവെഞ്ചിങ്. അപ്പോൾ ഉഷയുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് അവിടെ 100 കണക്കിന് ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ഐ വാണ്ട് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവെഞ്ചിങ് എറ്റേൺലി ഫ്രം ദ സോഷ്യൽ ഫാബ്രിക് ക്ലിയേഴ്സ് ഉഷ. അപ്പോൾ ഉഷ പറയാണ്, ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും ശരിക്കും എന്താണ് ഇത് മുഴുവനായിട്ട് തുടച്ചു മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. വുമൺ ആർ നോട്ട് മീൻ ഫോർ സ്റ്റേയിങ് അറ്റ് ഹോം ക്ലീനിങ് ഡേർട്ട് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് ശരിക്കും വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, ഇതൊന്നും അല്ല. ഐ വാണ്ട് എവ്രി വുമൺ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് പറയാനുള്ള ഒരു ജോബ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്കുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പം അങ്ങനെയാണ് ഈ ഒരു തൊട്ടുകൂടായ്മയില്ലാത്ത ഈ ഒരു ബെറ്റർ സൊസൈറ്റി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഉഷ ചൗമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. ഹൗ ഡിഡ് ദ സിറ്റുവേഷൻ ചേഞ്ച് വെൻ സുലഭ് ഇൻ്റർനാഷണൽ ബിഗൻ കൺസ്ട്രക്ടിങ് ടോയ്ലറ്റ്സ് ഇൻ ദ വില്ലേജ്? ഈ സുലഭ് ഇൻ്റർനാഷണൽ ഈ ഒരു വില്ലേജിൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയതോടുകൂടി എന്ത് ചേഞ്ചാണ് അവിടെ സംഭവിച്ചത്? വെൻ സുലഭാണ് കേട്ടോ, ഓക്കെ, ഇതെല്ലാമാണ്. When Sulabh International began constructing toilets in the villages, the need for manual scavenging was eliminated. അവിടെ എന്താണ്, മാനുവൽ സ്കാവെഞ്ചിങ് അവിടെ ഇല്ലാതാവുകയാണ് സംഭവിക്കുന്നത്.
This improvement in sanitization allowed Usha and other women to leave behind the inhuman practice of manual scavenging and engage in more dignified job. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഉഷയും അതുപോലെയുള്ള സ്ത്രീകൾക്കൊക്കെ അതിൽ നിന്നും ഈ ഒരു ആളുകളൊന്നും ചെയ്യാത്ത ജോലിയിൽ നിന്നും മാറി ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോലി എൻഗേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് ഹൈജീൻ ആൻഡ് ലിവിങ് കണ്ടീഷൻസ് ഇൻ ദ വില്ലേജ്. അപ്പോൾ ഇതെന്ത് ചെയ്തു? ആ ഒരു വില്ലേജിലെ തന്നെ ഹൈജീനും അതുപോലെ ലിവിങ് കണ്ടീഷനൊക്കെ ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ താഴെയുണ്ട്. വാട്ട് ഈസ് ഉഷാസ് മെസ്സേജ് ടു ദ സൊസൈറ്റി? ഈ സൊസൈറ്റിക്ക് ഉഷ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ഉഷ ചൗമാസ് മെസ്സേജ് ടു സൊസൈറ്റി ഈസ് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവെഞ്ചിങ് ആൻഡ് പ്രൊമോട്ട് പ്രോപ്പർ സാനിറ്റൈസേഷൻ. എന്താണ്? മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുകയും പ്രോപ്പർ സാനിറ്റൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതിനെ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഷി എംഫസൈസസ് ദാറ്റ് വുമൺ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്. അപ്പോൾ എന്താണ് ഇതിലൂടെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിഗ്നിഫൈഡ് ജോബിലേക്ക് കൂടുതൽ എംഫസൈസ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി സാധിച്ചു. വിച്ച് വിൽ ഹെൽപ്പ് ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫോർ ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പോൾ തൊട്ടുകൂടായ്മ ഇല്ലാത്ത ഒരു ബെറ്റർ സൊസൈറ്റിയും കൂടെ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയാണ് അവർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗവും അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഇതിലെ ആക്ടിവിറ്റീസിലാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി, കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സം ഫേമസ് പീപ്പിൾ ഹു ഹാഡ് എ ഹംബിൾ ബിഗിൻ. എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, വളരെ ഹംബിൾ ബിഗിനിങ്ങോട് കൂടിയിട്ടായിരിക്കും അവർ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആളുകളുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒരു 3 ആളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൻ ആണ്. അയാളുടെ ബിഗിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബോൺ ഇൻ എ പുവർ ഫാമിലി, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഡ് വേരിയസ് ജോബ്സ് ലൈക്ക് ലേബർ ആൻഡ് റെയിൽ സ്പ്ലിറ്റർ. അപ്പോൾ അദ്ദേഹം റെയിൽ സ്പ്ലിറ്റർ ആയിട്ടും അതുപോലെ തൊഴിലാളിയായിട്ടും ഒക്കെ അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊഫഷൻ അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതിൽ നമ്മൾ എഴുതേണ്ടത്. 16th President of the United States known for leading the country during the Civil War and abolishing slavery. അപ്പോൾ അദ്ദേഹം US-ന്റെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം എന്താണ്? സിവിൽ വാറിനെ ലീഡ് ചെയ്തത്, കൺട്രിയെ ലീഡ് ചെയ്തത് അദ്ദേഹമായിരുന്നു. ഈ സ്ലേവറി അടിമത്തമൊക്കെ അബോളിഷ് ചെയ്തതും ഇല്ലാതാക്കിയതൊക്കെ അദ്ദേഹമായിരുന്നു. സെക്കൻഡ് വൺ APJ അബ്ദുൽ കലാം ആണ്. ബോൺ ഇൻ ടു എ പുവർ ഫാമിലി ഇൻ എ തമിഴ്നാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. വർക്ക്ഡ് ആസ് എ ന്യൂസ് പേപ്പർ വെൻഡർ ഇൻ ഹിസ് ഏർലി ഇയേഴ്സ് ആൻഡ് സപ്പോർട്ടഡ് ഹിസ് ഫാമിലി. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ന്യൂസ് പേപ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് വിതരണം ചെയ്യുന്ന ഒരാളായിരുന്നു. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. Then 11th President of India, renowned aerospace scientist known as Missile Man of India. അദ്ദേഹം ഇന്ത്യയിലെ 11ാമത്തെ പ്രസിഡന്റ് ആണ്. മാത്രമല്ല സ്പേസ് റിന്യൂ ചെയ്യാനും അതിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. മിസൈൽ മാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നഞ്ചിയമ്മയാണ്. ഏസ് ഫ്രം എ ട്രൈബൽ കമ്മ്യൂണിറ്റി ഫേസ്ഡ് മെനി ഡിഫിക്കൽട്ടീസ് ലൈക്ക് പോവർട്ടി ആൻഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇവരെന്താണ്? ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് ദാരിദ്ര്യവും ഒരുപാട് അവസരമില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അത് ഇവർ ജീവിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ട്രൈബ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്ന ഒരാളാണ് നഞ്ചിയമ്മ എന്ന് പറയുന്നത്. ഫോക്ക് സിംഗർ, നാഷണൽ അവാർഡ് വിന്നർ, ഗെയിൻഡ് റെക്കഗ്നീഷൻ ഫോർ ഹെർ സോൾഫുൾ ട്രഡീഷണൽ സോങ്സ്. അപ്പോൾ ഒരു ഫോക്ക് സിംഗറാണ്, നാഷണൽ അവാർഡ് വിന്നറാണ് അദ്ദേഹം. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ സോങ്ങിലൂടെ ഒരുപാട് അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ബോൺ ഇൻ ടു എ ഡെയിലി ഫാമിലി, ഹി ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി ഇൻ ഹിസ് ഏർലി ഏജ്. അപ്പോൾ ഒരു എന്താ പറയുക, കൂലിപ്പണിക്കാരായിട്ടുള്ള ഫാമിലിയിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡിസ്ക്രിമിനേഷനും സോഷ്യൽ ഇനീക്വാലിറ്റിയും ഒക്കെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ റിഫോമർ ആൻഡ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആർക്കിടെക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. മാത്രമല്ല ഇന്ത്യയിലെ ഒരു ലോ മിനിസ്റ്ററും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റുമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മേരി കോം ആണ്. ബോൺ ഇൻ ടു എ പുവർ ഫാമിംഗ് ഫാമിലി ഇൻ മണിപ്പൂർ. മണിപ്പൂരിലെ ഒരു കൃഷിക്കാരനായിട്ടുള്ള ഫാമിലിയിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്, കാർഷിക കുടുംബത്തിലെ. ബോക്സിംഗ് ചാമ്പ്യൻ ആൻഡ് ഒളിമ്പിക് മെഡലിസ്റ്റും ആണ് ഇവർ. നെക്സ്റ്റ് വൺ E ശ്രീധരനാണ്. ഹി കെയിം ഫ്രം ദ മോഡസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് സക്സസ്. ഒരു മോഡസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസിലേക്ക് എത്തിയ ഒരാളാണ് E ശ്രീധരൻ എന്ന് പറയുന്നത്. നോൺ ആസ് ദ മെട്രോമാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മെട്രോമാൻ
മാൻ എന്നറിയപ്പെടുന്നു. ഈ പ്ലേഡ് മേജർ റോൾ ഇൻ മോഡേണൈസേഷൻ ഓഫ് റെയിൽവേ ആൻഡ് മെട്രോ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഈ റെയിൽവേയിൽ ഒരു മോഡേണൈസേഷൻ കൊണ്ടുവന്നതും മെട്രോ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മെട്രോ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള വളരെ ഹമ്പിളിൽ നിന്നും വന്നിട്ട് സക്സസിലേക്ക് എത്തിയ ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. Imagine a day when spades, hammers and other tools began to talk. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ദിവസം ഈ സ്പേഡ്സ്, അതുപോലെ ഹാമേഴ്സ്, ബാക്കിയുള്ള ടൂൾസ്, ബ്രഷ്, ഇതൊക്കെ എന്താണ് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. വാട്ട് ഡു യു തിങ്ക് ദേ വുഡ് സേ? എന്തായിരിക്കും അവർ പറയുന്നുണ്ടാവുക? ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബ്രൂം പറയുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഐ ഹാവ് സീൻ യു യൂസിങ് മീ ടു ക്ലീൻ അപ്പ് മെസ് എവറി ഡേ ടു കീപ് തിങ്സ് സേഫ് ആൻഡ് ക്ലീൻ. അപ്പോൾ എന്താ പറയുന്നത്? എല്ലാ ദിവസവും നിങ്ങളുടെ സാധനങ്ങളൊക്കെ വളരെ ക്ലീനായിട്ട് സേഫായിട്ട് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് മെസ്സപ്പായിട്ടുള്ളതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നത്. യു ആർ റിയലി മേക്കിംഗ് എ ബിഗ് ഡിഫറൻസ്. എന്താണ് എപ്പോഴും ഒരു ബിഗ് ഡിഫറൻസ് എന്നിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമല്ലേ? വളരെ കച്ചറായി കിടക്കുന്ന സ്ഥലം നമുക്കൊന്ന് ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരി കഴിഞ്ഞാൽ ഒരു വലിയ ഡിഫറൻസ് തന്നെ അവിടെ ഉണ്ടാകും. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത സാധനം എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? ഐ ഹാവ് ബീൻ ഡിങ്കിങ് ഡീപ്പ് ഇൻ ടു ദ എർത്ത് ഹെൽപ്പിംഗ് യു പ്ലാന്റ് ആൻഡ് ഹാർവെസ്റ്റ്. ഇറ്റ്സ് ഹാർഡ് വർക്ക് ബട്ട് സീയിങ് ദ ഗാർഡൻ ഫ്ലറിഷ് മേക്ക് ഇറ്റ് ഓൾ വർത്ത് വൈൽ. അപ്പോൾ എന്താ അടുത്ത് പറയുന്നത്? നിങ്ങൾ എന്നെ ഭൂമിയിൽ കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്ലാന്റും ഹാർവെസ്റ്റും ഒക്കെ അതിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും നല്ല ഫ്ലറിഷ് ആയിട്ടുള്ള ഗാർഡനും അതുപോലെ തന്നെ നല്ല ഹാർവെസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്? ബ്രഷാണല്ലേ. I have added color and life to your world, transforming black walls into vibrant art. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു കളർ ആഡ് ചെയ്യാനാണ് നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നത്. വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വാളിൽ വൈബ്രൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. യുവർ ക്രിയേറ്റിവിറ്റി ഷൈൻസ് ത്രൂ എവറി സ്ട്രോക്ക് ഐ മേക്ക്. എന്താണ്? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് എല്ലായിടത്തും എന്നെ ഇങ്ങനെ തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഹാമർ ആണ് അല്ലേ. ഐ ഹാവ് നെയിൽഡ് ഇറ്റ് എവറി ടൈം ഹെൽപ്പിംഗ് യു ബിൽഡ് ആൻഡ് റിപ്പയർഡ്. എന്താണ്? എല്ലാ ദിവസവും എപ്പോഴും ആണിയെ എങ്ങനെ നെയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. നിങ്ങൾ ഓരോന്ന് റിപ്പയർ ചെയ്യുമ്പോഴും ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ടുഗെദർ വി ഹാവ് കൺസ്ട്രക്റ്റഡ് സ്ട്രോങ് ആൻഡ് സ്റ്റഡി സ്ട്രക്ചേഴ്സ് മേക്കിംഗ് ഷുവർ എവറി ഡേ സ്റ്റാൻഡ്സ് ടോൾ ആൻഡ് ഫേം. അപ്പോൾ നിങ്ങളുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും എല്ലാം സ്ട്രക്ചർ ചെയ്യാനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ വളരെ ഫേം ആയിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒന്നാണ് അല്ലേ. ഇതൊക്കെ ആയിരിക്കും ഇവർ സംസാരിക്കുന്നത്. ഇനി തേർഡ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നോട്ട് ദ യൂസ് ഓഫ് ദ ഫ്രേസ് വി അവേഴ്സ് ഓഫ് ദ ഡൗൺ ഇൻ ദ പോം. നമ്മൾ പോമേ പറഞ്ഞു അല്ലേ, വി അവേഴ്സ് ഓഫ് ദ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുലരുന്നതിൻ്റെ കുറച്ച് മുന്നേ എഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞു അല്ലേ. There are similar phrases about other phrases of the day. അപ്പോൾ എന്താണ്? ഇതുപോലെ തന്നെ ഒരുപാട് ഫേസസ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. വി യൂസ് ഫ്രേസസ് ലൈക്ക് എ ബ്ലേസിംഗ് ന്യൂൺ. ബ്ലേസിംഗ് ന്യൂൺ എന്ന് പറയാറുണ്ട്, ഗാദറിംഗ് ഡസ്ക് എന്ന് പറയാറുണ്ട്, ടു ഇൻഡിക്കേറ്റ് അതർ ഫേസസ് ഓഫ് ദ ഡേ. ഓക്കെ, അപ്പോൾ ഒരു ഡേനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫേസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് വി ഹവേഴ്സ് ഓഫ് ദ ഡൗൺ, ബ്ലേസിംഗ് ന്യൂൺ ആൻഡ് ഗാദറിംഗ് ഡസ്ക് ഇൻ ദ സ്പേസസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് താഴെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദ ഫുട്ബോൾ പ്ലേയേഴ്സ് സ്റ്റാർട്ട് ദെയർ പ്രാക്ടീസ് ഇൻ ദ വി ഓഫ് ദ ഡൗൺ. എന്താണ്? പുലരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ എന്താണ് അവർ പ്രാക്ടീസിനൊക്കെ ഫുട്ബോൾ പ്ലേയേഴ്സ് പോകും. ദ ബേക്കറി സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫ്രഷ് ബ്രെഡ് ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ഡൗൺ. അപ്പോൾ അതുപോലെ തന്നെ ബേക്കറിയിൽ എന്ത് സംഭവിക്കും? പുലരുന്നതിൻ്റെ മുന്നേ തന്നെ ബേക്കറികളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദ ഫിഷർമാൻ സെറ്റ് ഔട്ട് ടു സീ ദ വി അവേഴ്സ് ഓഫ് ദ ഡൗൺ. അതുപോലെ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്നവർ അവരുടെ വലയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുലരുന്നതിൻ്റെ മുന്നേ തന്നെ റെഡിയാക്കി വെക്കും. നെക്സ്റ്റ് വൺ, ബ്ലേസിംഗ് നൂൺ വരുന്നതാണ്. ദ റോഡ്സ് വെർ എംപ്റ്റി ഇൻ ദ ബ്ലേസിംഗ് നൂൺ. ഓക്കെ, ദ കിഡ്സ് ടുക്ക് എ ബ്രേക്ക് ഫ്രം പ്ലേയിങ് ഡ്യൂ ടു ദ ബ്ലേസിംഗ് നൂൺ ഹീറ്റ്. ദ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സോട്ട് ഷെയ്ഡ് ഇൻ ദ ബ്ലേസിംഗ് നൂൺ. ദ നെക്സ്റ്റ് വൺ ഗാദറിംഗ് ഡസ്ക് ആണ്. ദ ബേർഡ്സ് വെർ റിട്ടേണിംഗ് ടു ദ നെസ്റ്റ് ഇൻ ദ ഗാദറിംഗ് ഡസ്ക്. അഥവാ ഈവനിങ് ആവുന്നതിൻ്റെ ഒരു പൊടിപടലൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് അവർ പോകും. ദ ചിൽഡ്രൻ റെഗുലർലി ഹെഡഡ് ഹോം ഇൻ ദ ഗാദറിംഗ് ഡസ്റ്റ്. കുട്ടികളൊക്കെ ഒരു സന്ധ്യാസമയമാകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് അവർ വീടുകളിലേക്ക് പോകും. ദ സ്ട്രീറ്റ് ലൈറ്റ് ബിഗൻ ടു ഫ്ലിക്കർ ഓൺ ദ ഗാദറിംഗ് ഡസ്ക്. അതുപോലെ തന്നെ കുറച്ച് ഇരുട്ടാകുമ്പോൾ ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ഗാദറിംഗ് ഡസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യും. ഇനി അടുത്തത്,
The day is divided into AM, anti-meridian and PM, post-meridian. Anti-meridian AM is the time between midnight and noon. അത് നമുക്കറിയാം, സമയത്തിനെ നമ്മൾ രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. ഒന്ന് AM അല്ലെങ്കിൽ ഒന്ന് PM. AM എന്ന് പറഞ്ഞാൽ ആൻറ്റി മെറിഡിയം, PM എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം. അപ്പോൾ ഈ മിഡ് നൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ 1 മണി മുതൽ 12 വരെയാണ്. പോസ്റ്റ് മെറിഡിയൻ എന്ന് പറയുന്നത് 12 മുതൽ അഥവാ നൂണ് 12 മുതൽ 24 hours ആണ് ഉദ്ദേശിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഡയഗ്രാം. അതാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡേ, ടൈം ഓഫ് ദ ഡേ. മോർണിംഗ് നമ്മൾ AM പറയും, ആഫ്റ്റർനൂൺ നമ്മൾ PM പറയും അല്ലേ. പിന്നെ ഈവനിങ്, മോർണിംഗ്. അപ്പോൾ ഈ മോർണിംഗ് മുതൽ മിഡ് നൈറ്റിൻ്റെ 12 മുതലാണ് ഈ ഒരു മിഡ് ഡേ നൂണ് വരെയാണ് നമ്മൾ AM പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ PM എന്നും പറയും. റൈറ്റ് സെൻറ്റൻസസ് യൂസിങ് AM ആൻഡ് PM. അപ്പോൾ AM ഉം PM ഉം ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് എഴുതാനാണ്. കൺസിഡർ ഇവൻറ്റ്സ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, സ്കൂൾ അസംബ്ലി, ഡിന്നർ, ബെഡ് ടൈം, എക്സാമിനേഷൻ. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതൊക്കെ ഏത് സമയത്താണോ നടക്കുന്നത് അതിനനുസരിച്ച് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ AM ആണെങ്കിൽ ക്ലാസ്സസ് ബിഗിൻ അറ്റ് 9 AM. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് യൂഷ്വലി സെർവ്ഡ് അറ്റ് 7:45 AM. The school assembly starts at 9:40 AM. Then the examination begins at 10 AM. ഇനി PM ആണെങ്കിലോ ക്ലാസ്സസ് എൻഡ് അറ്റ് 4 PM. The evening news airs at 7 PM. The dinner is reserved usually around 8:30 PM. The movie starts at 9 PM. ഓക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് AM-ലും PM-ലും നടക്കുന്ന കാര്യങ്ങൾ വെച്ച് എഴുതാൻ വേണ്ടി പറ്റും. ഇനി 4th ആക്ടിവിറ്റി ആണ് ലെറ്റ് എസ് സല്യൂട്ട് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സല്യൂട്ട് കൊടുക്കാം. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആർ ലൈക്ക് സൂപ്പർ ഹീറോസ് ഇൻ അവർ നെയ്ബർഹുഡ്. നമ്മുടെ ചുറ്റുമുള്ളതിൽ വളരെ സൂപ്പർ ഹീറോസ് ആണ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത്. ദേ ഡു ഇമ്പോർട്ടൻറ്റ് ജോബ്സ് ടു കീപ് എ സേഫ് ആൻഡ് ഹാപ്പി. നമ്മളെ ഹാപ്പി ആക്കാനും സേഫ് ആക്കാനും ഒരു പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് അവർ ചെയ്യുന്നത്. ദേ വർക്ക് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഈവൻ ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ സ്കൂളുകളിൽ, ഹോസ്പിറ്റലുകളിൽ, എന്തിന് സ്ട്രീറ്റിൽ പോലും അവർ ജോലി ചെയ്യുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സ് മേക്ക് ഷുവർ എവ്രി വൺ ഈസ് സേഫ്. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ടേക്ക് കെയർ ഓഫ് us when we are ill. Teachers help us learn and farmers grow crops providing us the food we eat. അപ്പോൾ പോലീസേഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മളെ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഡോക്ടേഴ്സ്, നേഴ്സ് അവരൊക്കെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുകയും നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പരിചരിക്കും. ഇനി ടീച്ചേഴ്സ് ചെയ്യുന്നത് നമ്മളെ പഠിക്കാൻ വേണ്ടി സഹായിക്കും. ഫാമേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നത്. ദേ ആർ റിയൽ ലൈഫ് ഹീറോസ്. ശരിക്കും ഇവരാണ് നമ്മുടെ ജീവിതത്തിലെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Here are some community helpers. Can you say what they are doing? താഴെ നമുക്ക് കുറച്ച് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് ശരിക്കും ചെയ്യുന്നത്? ഹൗ ഡു ദേ ഹെൽപ്പ് ദ കമ്മ്യൂണിറ്റി? എങ്ങനെയാണ് അവർ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ലൈഫ് ഗോഡ്സ് ആണ്. ഓക്കെ. അവരെന്താ ചെയ്യുന്നത്? ദേ ഹെൽപ്പ് us ബൈ പ്രിവെൻറ്റിങ് ഡ്രൗണിങ് ആൻഡ് ഇഞ്ചുറീസ്, പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ്. നമുക്ക് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ തന്ന് നമുക്ക് വലിയ ഇഞ്ചുറി ഒന്നും ഇല്ലാതെ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫയർ ഫൈറ്റേഴ്സോ ദേ ഹെൽപ്പ് us ബൈ റെഡ്യൂസിങ് പീപ്പിൾ, പ്രൊവൈഡിങ് എമർജൻസി മെഡിക്കൽ കെയർ. ഫയർ ഫൈറ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയേഴ്സൊക്കെ പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ്. ഇനി ഗാർബേജ് കളക്ടേഴ്സ് ഉണ്ടായിരിക്കും. ദേ ഹെൽപ്പ് us മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ആൻഡ് എൻഷുറിങ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. ഇനി എന്താണ്? ഗാർബേജ് കളക്ടേഴ്സ് നമ്മളെ ചുറ്റും ക്ലീൻ ആക്കുകയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഓരോ വേസ്റ്റിനെയും ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. ഹെൽത്ത് വർക്കേഴ്സ് ആണെങ്കിലോ ദേ പ്രൊവൈഡ് മെഡിക്കൽ കെയർ, പ്രൊമോട്ടിംഗ് ഹെൽത്ത് അവെയർനെസ് ആണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വൺ 5th ആക്ടിവിറ്റി ആണ്. യു മേ കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ യു പ്രിപ്പയർ എ താങ്ക് യു നോട്ട്. ഒരു താങ്ക് യു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ താഴെയുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്താണ് താങ്ക് യു നോട്ട്? താങ്ക് യു നോട്ട്സ് ആർ പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ടു കൺവേ അവർ അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്. നമ്മൾ മറ്റൊരാളോട് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡും അപ്രീസിയേഷനും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു മെസ്സേജാണ് താങ്ക് യു നോട്ട് എന്ന് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെ വേണം? ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ് ആയിരിക്കണം. നമ്മൾ ഒരു ഫ്രണ്ട്ലി ഇതോട് കൂടിയിട്ടായിരിക്കണം ആ ഒരു താങ്ക് യു നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലിയർലി. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ക്ലോസിംഗ് ഉണ്ടായിരിക്കണം. യൂസ് എ ക്ലോസിംഗ് ഫ്രേസ് സച്ച് ആസ് സിൻസിയർലി, വിത്ത് ലവ് ഓർ വാം റിഗാർഡ്സ്, ഫോളോഡ് ബൈ യുവർ നെയിം ആൻഡ് സിഗ്നേച്ചർ. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യുന്ന ഫ്രേസ് എന്ന് പറയുന്നത്. ട്രൈ ടു കീപ് ദ നോട്ട് ബ്രീഫ്. വളരെ ബ്രീഫായിട്ടുള്ള നോട്ടായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. തിങ്ക് അബൌട്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വി യൂഷ്വലി ഈറ്റ്. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ. ഹൗ വുഡ് യു ഷോ യുവർ അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് ഹു ഗ്രോ ദം ഫോർ അസ്. അപ്പോൾ
നമുക്ക് വേണ്ടി ഇത് ഉണ്ടാക്കുന്ന ആരാണ്? ഫാമേഴ്സ് ആണ് അല്ലേ. അവരുടെ അടുത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു അപ്രീസിയേഷനൊക്കെ നമുക്ക് അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു താങ്ക് യു നോട്ടാണ് താഴെ റയ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് വായിച്ചു നോക്കാം. Dear Kutteten, I want to say a big thank you for providing food for all of us. അപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് തരുന്ന കുട്ടേറ്റനോട് ഒരു താങ്ക് യു പറയാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. യു വർക്ക് റിയലി ഹാർഡ് ടു പ്ലാന്റ് സീഡ്സ്, ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ലുക്ക് ആഫ്റ്റർ എനിമൽസ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സീഡ്സൊക്കെ പ്ലാന്റ് ചെയ്യാൻ, അതിനെ ടേക്ക് കെയർ ചെയ്യാൻ, അതിനെ എനിമൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലേ. ബിക്കോസ് ഓഫ് യു ഐ ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ടാഷി ഫ്രൂട്ട്സ് ടു ഈറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എനിക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുന്നത്. യു ഹെൽപ്പ് മീ കീപ് മൈ സെൽഫ് ഹെൽത്തി. നിങ്ങളാണ് എന്നെ ശരിക്കും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നത്. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഫാമേഴ്സ് ആർ അമേസിങ് സൂപ്പർ ഹീറോസ്. ശരിക്കും ഫാമേഴ്സ് ആണ് ഒരു സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത്. താങ്ക്സ് അഗെയിൻ ഫോർ ബീങ് ആൻ അമേസിങ് ഫാമർ. ശരിക്കും നിങ്ങൾ ആ ഒരു അമേസിങ് ഫാർമറിന് വീണ്ടും താങ്ക്സ് പറയാണ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, റയ 7C. ഓക്കെ, അപ്പോൾ ഇതാണ് കുട്ടേറ്റൻ എന്നുള്ളൊരു ഫാർമർക്ക് അയച്ചിട്ടുള്ളത്. ഇമാജിൻ യു ആർ റൈറ്റിംഗ് എ സ്പെഷ്യൽ താങ്ക് യു നോട്ട് യുവർ ഫേവറേറ്റ് കമ്മ്യൂണിറ്റി ഹെൽപ്പർ. നിങ്ങളുടെ ഫേവറേറ്റ് കമ്മ്യൂണിറ്റി ഹെൽപ്പറിന് നിങ്ങളൊരു താങ്ക് യു നോട്ട് എഴുതുകയാണ്. ഹൗ വുഡ് യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡും അപ്രീസിയേഷനും ഒക്കെ അറിയിക്കുന്നത്? ഡിസൈൻ യുവർ താങ്ക് യു നോട്ട് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ആ താങ്ക് യു നോട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഡോക്ടർക്ക് എഴുതുന്ന ഒരു താങ്ക് യു നോട്ടാണ്. ഡിയർ ഡോക്ടർ, താങ്ക് യു ഫോർ ഓൾ ദ ഹാർഡ് വർക്ക് യു ഡു ടു കീപ് അസ് ഹെൽത്തി. ഞാൻ ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കിനും ഞാൻ നന്ദി പറയാണ്. യു ഹെൽപ്പ് അസ് ഫീൽ ബെറ്റർ വെൻ വി ആർ സിക്ക്. ഞങ്ങൾ സിക്കാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു കെയർ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ അവർ ലീവ്സ്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് യു ഡു. നിങ്ങൾ ചെയ്ത എല്ലാത്തിനും ഞങ്ങളുടെ വളരെയധികം ഗ്രേറ്റ്ഫുൾഡാണ്. വിത്ത് ലവ്, നെയിം ആൻഡ് സിഗ്നേച്ചർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഡോക്ടർക്കോ ഫാർമുല ടീച്ചർക്കോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഇനി ഇവിടെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എക്സാമിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.